മൈ ചങ്സ്, എല്ലാവരുടെയും പെരുന്നാളൊക്കെ ഇവിടെ എത്തി. ഞങ്ങളിതാ തലേന്ന് മൈലാഞ്ചി ഈ ഡിസൈനാണ് ഞാൻ എൻ്റെ കൈമേലിട്ടത്. പിന്നെ ഇതാ എല്ലാവരുടെ കൈമേൽ മൈലാഞ്ചി ഇട്ടുകൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പം സമയം എത്ര അറിയോ? നട്ട പാതിരയക്കണം, 12:45 അയക്കണം ഗൈസ്. ഇതുവരെ ഞങ്ങളെ മൈലാഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിതാക്കണ അടിച്ചണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സ് അമ്മ മൈലാഞ്ചി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായ മൈലാഞ്ചി? ഹായ് ഹായ് എടുത്താണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ 2 മണിയായിരിക്കണം ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് കാണാം. അങ്ങനെ പിറ്റേ ദിവസം എന്താ പള്ളിയിൽ പോകാൻ വേണ്ടി ഇപ്പച്ചിൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇപ്പച്ചി ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇന്നാണ് ഞങ്ങൾ ചടങ്ങ് തുടങ്ങാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണോ നിങ്ങളെ ഇപ്പച്ചിമാരൊക്കെ? ഇന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഇത് ഞങ്ങളുടെ ഫറലാണ് കേട്ടോ. എല്ലാ പെരുന്നാൾക്കും ഇപ്പച്ചി പള്ളിക്കോണിൻ്റെ മുമ്പ് ഇപ്പച്ചി തിന്നുന്ന ചോറും ഞങ്ങൾക്ക് എല്ലാവർക്കും വരുത്തരും കേട്ടോ. അങ്ങനെ ഞാനും ഒരു ഉരുള ചോറ് വാങ്ങിട്ടോ. അങ്ങനെ ഇതാ ഇപ്പച്ചി എല്ലാവർക്കും സലാനൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് അമ്മായി ഇതാ വെറുതെ ഒരു ചുരിദാറൊക്കെ ഇട്ട് എടുത്തൊരു വീഡിയോ കേട്ടത്. അങ്ങനെ പോയി ഫുഡ് കഴിച്ചാൽ നിന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തീറ്റൊക്കെ ക്ഷീണിച്ചെടുക്കുമ്പോൾ അതാക്കണം കാക്ക വന്നീന് കേട്ടോ. അങ്ങനെ കാക്കാൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസ് എടുത്താൽ കേട്ടോ. ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. എൻ്റെ ഒരു ഫുൾ പിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അത് സാരമില്ല, നമുക്കിത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അമ്മയ്ക്ക് ഒരു റെഡ് മാക്സി ആയിട്ട് എടുത്തിരുന്നത്. അതാണിത്. എങ്ങനെയുണ്ട് ഗൈസ് പറയണം കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ കാണേ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് എടുത്ത ഫോട്ടോ ആണിത്. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ് ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇതാണ് ഗൈസ് ഞങ്ങളെ മാമന്. എന്നിട്ട് മാമൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ഫോട്ടോ ആണ് ഗൈസ്. ഞങ്ങൾ അവിടെ കിട്ടിയതൊക്കെ എടുത്ത് തലമ്മ കിട്ടി പിന്നെ കാട്ടിക്കൂട്ടിയതാട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ ഉമ്മച്ചിൻ്റെ കൂടെ പോയി ഗൈസ്. ഉമ്മച്ചിൻ്റെ കൂടെ ചെന്നപ്പോലെ കുടുംബങ്ങളെല്ലാവരും ഉണ്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി പൂത്തിരിയൊക്കെ കത്തിച്ചു. നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോയി ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, എന്നാൽ ഞാൻ പോട്ടെ.